ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോള് പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. അയാള് പറഞ്ഞതെന്നോണേന് അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നെ വിളിച്ച് സാർമാര് ചോദിച്ചു നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു. കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. കണ്ടതാണ് ഞാൻ പറയുന്നത്. ഒരു വട്ടം ഞാൻ ഇയാളെ കണ്ടുള്ളൂ. ഈ വീട്ടിൽ വന്നിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അയാളെ. എനിക്ക് ഇയാള് വന്ന് വാതിൽമ മുട്ടി ഇതാരാൻ ചോദിച്ചപ്പോ എന്നെ ആളാണെന്ന് പറഞ്ഞു. ആ പടാപ്പുറത്ത് ഇരിക്ക് വീടിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഞാൻ കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംസാരത്തിലാണ് പുള്ളി റൂമിൽ വെച്ച് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ വീടാണ്, ഒരു ജോലി നമുക്ക് കളയാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ പോലെ ഒരു കുടുംബം അവർക്കും ഉണ്ടാവും. മനസ്സിലായി? അവര് ഒരു ഭാര്യയും കുടുംബം ഉമ്മയും വാപ്പിയൊക്കെ ആയിട്ട് ജീവിക്കണോരേ കാര്യം. ആ കുടുംബം ജീവിക്കാൻ ഇനി അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ മാഡം. ആരും ചെയ്യരുതേ. അങ്ങനെ അവിടെ വന്നപ്പോൾ ഡോറ് മുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു ഡോറ് എന്തിന് അടക്കണത്, നമ്മൾ അത് അവൾ കേൾക്കും. ഞാൻ പിന്നെ കേട്ടിട്ട് കുഴപ്പമില്ല, അവൾക്ക് എല്ലാം അറിയണ എന്നല്ലെന്ന് പറഞ്ഞ് ആ വേണ്ട ഡോറ് കയറി. അപ്പോൾ ഇജ്ജ് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ഇവിടെ ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ തള്ളിയിട്ട് അപ്പോൾ പിന്നെ അവർ ബലം പ്രയോഗിച്ചിട്ട് ഒക്കെ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വിയർത്ത് അങ്ങനെ ആൾ. ഞാൻ വിയർത്തൊരു മനസ്സിനൊരു ടെൻഷനായപ്പം ഇയാൾ ഇറങ്ങിയപ്പോൾ പിടിച്ചി അവിടെ ഉണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞ് സാർ പോവല്ലേന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിച്ചെന്തേ സാർ എന്താ 3 മണിക്കൂർ നേരം അവിടുത്തെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയത്, എന്ത് ചെയ്തെന്ന് ഏത് ചെയ്തെന്ന് എനിക്കറിയാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തരാന്ന് പറഞ്ഞ്. ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അയാള് പറഞ്ഞതെന്നോണേന് അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹലോ, ഞാൻ മുകേഷ് മാധവ്. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭർത്താവ് ഗൾഫിലായ പൊന്നാനിയിലെ ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ച ഒരു പീഡനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൽ ആദ്യമൊക്കെ പോലീസ് പറയുന്നത് പോലെ തന്നെ ഇതൊരു കള്ളപ്പരാതിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ആ വീട്ടമ്മ പറഞ്ഞ തന്റെ കൂട്ടുകാരിയായ ദൃക്സാക്ഷി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഈ CA എന്ന് പറഞ്ഞ വ്യക്തി ആ വീട്ടിൽ രാത്രി ചെന്നു ആ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് കണ്ട ആ ദൃക്സാക്ഷി ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇതിന്റെ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് 3 പേരും ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. പോലീസ് തലത്തിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ആരന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് ഒരിക്കലും ഉറപ്പില്ല. എന്തായാലും ഇപ്പോൾ CA രാത്രി വീട്ടിൽ വന്നു ആ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദൃക്സാക്ഷിയായ ആ വീട്ടമ്മയുടെ കൂട്ടുകാരി. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ആ വീട്ടമ്മയുടെയും ഈ കൂട്ടുകാരിയുടെയും മക്കളുടെ മുന്നിൽ വെച്ചാണ്. എന്തായാലും ആ ദൃക്സാക്ഷിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട CAയുടെ പ്രതികരണം അത് കണ്ടിരുന്നോ? വാർത്തയിൽ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ഇതുവരെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയിട്ടില്ല, വേണമെങ്കിൽ എല്ലാ പരിശോധനയും നടത്താം എന്നുള്ളതാണ്, ടവർ ലൊക്കേഷൻ പരിശോധിക്കാമെന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പു പറയുകയാണ്. അദ്ദേഹം പറയുന്നതാണ് വിനോദാണ് പറഞ്ഞത്, ഞാൻ ആ വീട് കണ്ടിട്ടില്ല, എനിക്കറിയില്ല ആ വീടെന്ന്. താങ്കൾ പറയുന്നു അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി പോകുന്നത് താങ്കൾ കണ്ടു എന്ന്, അല്ലേ? കണ്ടു. ഒന്ന് വിശദീകരിക്കും. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യായങ്ങളിൽ താങ്കൾക്ക് അതിനെ എങ്ങനെയാണ് ഖണ്ഡിക്കാൻ കഴിയുക? അയാള് പറഞ്ഞതെന്നോണേന് അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഓട്ടോറിക്ഷയിൽ പോയതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ? അന്ന് CI ആയിട്ട് ഇയാളായിട്ട് ഞാൻ ഒരു വട്ടം ഞാൻ ഇയാളെ കണ്ടുള്ളൂ. ഈ വീട്ടിൽ വന്നിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല അയാളെ. അല്ല, നിങ്ങളല്ല, ഈ താത്ത എന്ന് പറയുന്ന ആള് അവിടെ പോയിരുന്നോ? ഈ ഓട്ടോക്കാരനെതിരെ പരാതി കൊടുത്തിരുന്നോ? എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇയാള് വന്ന് വാതിൽമ മുട്ടി ഇതാരാൻ ചോദിച്ചപ്പോ എന്നെ ആളാണെന്ന് പറഞ്ഞു. ആ പടാപ്പുറത്ത് ഇരിക്ക് വീടിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഞാൻ കേസ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സംസാരത്തിലാണ് പുള്ളി റൂമിൽ വെച്ച് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കൊണ്ടുപോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരുടെ വീടാണ്, നമുക്കൊന്നും പറയാനുള്ള ഒരു അധികാരമില്ല. കാര്യം എൻ്റെ ഒരു ഫ്രണ്ടാണെന്നുള്ളൊരു നിലവുള്ളൂ എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവര് വാതിലടച്ചു. അവിടെ ഞാൻ ആ പടാപ്പുറത്ത് തന്നെ കിടന്നു. കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു, 2 കുട്ടികൾ, എൻ്റെ മോനും ഉണ്ടായിരുന്നു, അവരെ മോനും ഉണ്ടായിരുന്നു. ഇവര് കുറെ കഴിഞ്ഞ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, സാറേ അതിന്റെ ഉള്ളിൽ എന്താ പരിപാടി ഉണ്ടായിരുന്നു? എന്തായാലും ഞാനും 2 കുട്ടികളെ ഉമ്മയാണ്, എനിക്കറിയാം. ഒരാണും പെണ്ണും കൂടി എന്താ കൂടെ ഉണ്ടായാ നടക്കണമെന്ന് എനിക്കറിയാം, എന്നോട് നോണൊന്നും പറയണ്ടായിരുന്നു. ഞങ്ങൾ വീടിന്റെ കാര്യം സംസാരിക്കായിരുന്നു എന്നും പറഞ്ഞ ആള് വാതിൽ പറഞ്ഞു. നല്ല കൂസായിട്ട് ഇറങ്ങിപ്പോയത് ആള്. അപ്പൊ ഞാൻ താത്താനോട് ചോദിച്ചു, പക്ഷെ താത്ത ഒന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ ആവർത്തിച്ചു ചോദിച്ചു, ഞാൻ കാക്കാട് പറയും, നിങ്ങളെ ഹസ്ബൻഡിനോട് പറയും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആള് കേട്ടില്ല. അപ്പൊ അവസാനമാണ് എന്നോട് താത്ത പറഞ്ഞത്, ഇങ്ങനെയാണ് എന്റെ വീട് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര മോശമായിട്ട് നിന്റെ മോത്ത് നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരാളായിട്ട് ഞാൻ 15 വർഷമായി ആളായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് 15 വർഷമായി. ഈ 15 വർഷമായിട്ട് ഞാനൊരു ചീത്ത സ്വഭാവം ഇന്ന് വരെ എന്നെ പറ്റിയിട്ട് അവരും കണ്ടിട്ടുണ്ടാവില്ല, അവരെ പറ്റിയിട്ട് ഞാനും കണ്ടിട്ടില്ല.
ഇനി ഈ പരാതിക്കാരിയായ വീട്ടമ്മയെക്കുറിച്ച് ആരോപണ വിധേയനായ CI വിനോദ് എന്താണ് പറഞ്ഞതെന്ന് കൂടെ നമുക്ക് കേട്ടു നോക്കാം. കാരണം രണ്ട് വശവും കേൾക്കേണ്ടത് ആവശ്യമാണ്. ആര് പറഞ്ഞതാണ് സത്യമെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇതിനോടകം തന്നെ പരാതിക്കാരിയായ വീട്ടമ്മ പറഞ്ഞതും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ദൃക്സാക്ഷി കൂടിയായ സ്ത്രീ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ CIക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി. സാർ ആ പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുജിത് സാർ പോയി കണ്ടു. സുജിത് സാർ വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നത് എല്ലാവർക്കും അറിയാം, ഇത്രയും കാലം വരെ. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് DSP കൊണ്ട് അന്വേഷിപ്പിച്ചു. അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DSP ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സ് ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു, വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു, ലൊക്കേഷൻസ് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഈ സ്ത്രീ മുമ്പ് പലർക്കും എതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു. മുമ്പ് 1-2 ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി. ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സുജിത് സാർ ചെയ്തിട്ടുള്ളത്. ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ CI എന്ന് പറയുന്ന വ്യക്തി പരാതിക്കാരിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അവർ ഹണി ട്രാപ്പുകാരിയാണ് എന്ന പേരിലാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് ഒരു കേസ് പോലും ആ പരാതിക്കാരിക്കെതിരെ ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ആരോപണത്തിന് ഒരു കഴമ്പും ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ആ സ്ത്രീ ഹണി ട്രാപ്പുകാരിയാണെന്നുള്ള പരാമർശം തീർത്തും തെറ്റാണ്. അതിന് കോടതിയിൽ ചെല്ലുമ്പോൾ CIക്കെതിരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും അറിയില്ല. എന്തായാലും ഈ വീട്ടമ്മ അവസാനമായി പോയ SP-യും ഈ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഈ വീട്ടമ്മ പറയുന്നത്. ആ SP തന്നെയാണ് ഈ കേസും തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ വീട്ടമ്മ പിന്നീട് കേസുമായിട്ട് മുന്നോട്ട് പോകാഞ്ഞതും. എന്തായാലും ആ വീട്ടമ്മ SP-ക്കെതിരെ എന്താണ് പറഞ്ഞതെന്നും കൂടെ കേട്ടു നോക്കാം. എന്നോട് തന്നെ മോനെ കൊണ്ടുവരേണ്ടത് വായോന്ന് പറഞ്ഞു. SP മോനെ കൊണ്ടുവരേണ്ട കാര്യം നടക്കാൻ മോനെ കൊണ്ടുവരുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചെന്ത് നമ്മളെ കാര്യം തീരുമാനിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കാര്യം തീരുമാനിക്കലേ പോയി എൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ അയച്ച് ഓനെന്നെ അയച്ചു. ഞാൻ സമ്മതിക്കാത്ത അയച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടല്ല അവനൊന്ന് ശേഖരിച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ചെയ്തിട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളെന്നെ ഒരുപാട് നേരം സമയം പിടിച്ച് എനിക്ക് വയ്യാണ്ടാക്കി. പിന്നെ വീണ്ടും ഇയാൾക്ക് ഞാൻ ഏരാക്കി കൊടുക്കല്ലേ, നിങ്ങളെന്ത് പണിയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനവിടെ കരഞ്ഞ് കാല് പിടിച്ചവൻ്റെ. ഞാൻ എൻ്റെ ശരീരയും പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ ശരീരയും പോയി, എല്ലാം പോയി, എൻ്റെ മാനയും പോയി. ഇവിടെ ഈ പരാതിക്കാരിയായ വീട്ടമ്മ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ SP പീഡിപ്പിക്കുകയും മറ്റൊരാൾക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിക്കുക ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പദവി ദുർവിനിയോഗം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. ഇതിപ്പോൾ വീട്ടമ്മ 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതിൽ ആദ്യമായി നടന്ന പീഡനത്തിന് ഒരു ദൃക്സാക്ഷി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരിക്കലും കേരള പോലീസിനെ കുറ്റം പറയുകയല്ല, നല്ലവരായ നിരവധി പേർ ഈ പോലീസിലുണ്ടെന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മേലുള്ള കുറ്റം തെളിയിക്കേണ്ടത് തന്നെയാണ്. കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടിയും എടുക്കേണ്ടതാണ്. എന്തായാലും അത് തീരുമാനിക്കേണ്ടത് കോടതി തന്നെയാണ്, പക്ഷേ അന്വേഷിക്കേണ്ടത് പോലീസുമാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.